യുഗാണ്ടയിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേ നേരമായി ഈ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഇത് മുംബാസയിൽ നിന്ന്, അതായത് യുഗാണ്ടയ്ക്ക് പോർട്ടില്ല. അപ്പം കെനിയയിലെ മുംബാസയിൽ നിന്നും യുഗാണ്ടയിലേക്കുള്ളൊരു വലിയ ഹൈവേ നിർമ്മിക്കുകയാണ്. ഈ ഹൈവേ മുഴുവൻ ഫണ്ടഡ് ബൈ ചൈനീസ് ഗവൺമെൻറ്, ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ ഉണ്ടാക്കുന്നതാണ്. ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൈന ഒരു ലോകത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പം അത് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവിടെ ഡംപ് ചെയ്യുന്നതിനോടൊപ്പം അവർ ഇത് സുഗമമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. അപ്പം യുഗാണ്ടയിലേക്ക് ചൈനയിലെ സാധനങ്ങൾ സുഗമമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഈ ദരിദ്ര രാജ്യങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് വരെ അവർക്ക് ക്ഷമയില്ല എന്നുള്ളതാണ്. അതൊന്നും നമ്മളും ആലോചിക്കേണ്ടത്, എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അതിനുള്ളൊരു മാർക്കറ്റ് അവിടെ ഉണ്ടോ? ആ മാർക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യം ആ മാർക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കണം എന്നാണ്. നിങ്ങൾ മലൻ്റെ മേളിൽ ഒരു റിസോർട്ട് തുടങ്ങുന്നതിന് മലയിലേക്ക് എത്താനുള്ള സംവിധാനം കാണണ്ടേ? അത് റോഡ് വേണമെന്നൊന്നുമില്ല, പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഹിമാലയത്തിൽ ഒരു റിസോർട്ടുണ്ട്, ആ റിസോർട്ടിലേക്ക് പോകാൻ പറ്റുക കേബിൾ കാർ വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേറൊരു സ്ഥലത്ത് ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കേബിൾ കാറിലാണ് കൊണ്ടുപോകുക. കാരണം അവർക്ക് അത് വെട്ടിപ്പൊളിക്കേണ്ട ആവശ്യമില്ല, ആഗ്രഹമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഒരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യുക നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ്. എന്നിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുമ്പോൾ അത് ഫലവത്താവും.